അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ഇപ്പോൾ ഇന്നത്തെ പരിപാടി കിച്ചണിലാണ്. കിച്ചണിൽ കണ്ടില്ലേ, കുറച്ച് വലിച്ചിട്ടിട്ടുണ്ട്. ഒരു ബാസ്ക്കറ്റിൽ നിന്ന് വലിച്ചിട്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഡ്രസ്സ് ഐറ്റംസ്, വെട്ട് കഷ്ണങ്ങൾ. അപ്പോൾ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ പിന്നെ കിച്ചണിൽ കയറി ചായ ഉണ്ടാക്കി, പിന്നെ ഉഴുന്നും പച്ചരിയും റേഷനരിയും കൂടെ കൂട്ടിയിട്ട് അരച്ച് ഉഴുന്ന് ദോശ ഉണ്ടാക്കി. പിന്നെ ബീഫ് കറിയും വെച്ചു, ചോറും ഉണ്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അടുക്കള ക്ലീനാക്കി, പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള ക്ലീനാക്കിയിട്ട് പുതിയ വീട്ടിലേക്ക് വന്നു. വീട്ടിലുള്ള പണി ഇന്ന് രാവിലെ തന്നെ ഒരു 4 ക്ലയൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയുള്ള പണി ഇതാണ്. ക്ലയൻസ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് വീട്ടിലത്തെ പണി നോക്കണം. അപ്പോൾ ഇതാണ് പണി. ഇതിലെന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. മോളൊരു ഹെയർ ബാൻഡിൻ്റെ ഫ്ലവറാണ് ഇത്. പഴയ ഒരു വൂളൻ നൂല്. പിന്നെ ഒരു സാരിയുടെ ലേസാണിത് ഈ കാണുന്നത്. പിന്നെ മോക്ക് മിടി അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു ലേസാണിത്. പിന്നെ ഇതൊരു ക്ലോത്ത്, അതിൻ്റെ വെട്ട് കഷ്ണമാണ്. ഇതിട്ട് എനിക്കും മോക്കൊരു ഫ്രോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു സാരിയാണ്. ഇത് പിന്നെ ഒരു പർദ്ദയുടെ കൈയാണ്. പിന്നെ ഇപ്പോൾ ഇതിൽ കുറേ വെട്ട് കഷ്ണങ്ങൾ വരുന്നുണ്ട്. എൻ്റെ ഒരു സെറ്റ് സാരിയുടെ വെട്ട് കഷ്ണം വരുന്നുണ്ട്. പിന്നെ ഒരു നെറ്റ് ഷോള് 2010 ക്ലോത്താണ്. അതിൻ്റെ ബാക്കി പീസ് അത്. അങ്ങനെ ഓരോ കുറേ ലേസ് ഇതിലുണ്ട്. പിന്നെ ഒരു വെഡ്ഡിങ് സാരി കട്ട് ചെയ്തതിൻ്റെ ബാക്കിയത്. പിന്നെ എൻ്റെ ഒരു ഗൗണിൻ്റെ പീസ് ഇതിലുണ്ട്. സിബുണ്ട്. പിന്നെ ഇതിൽ കുടയുടെ കവറ്. പിന്നെ ഞാനും എൻ്റെ മോളൊക്കെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സിൻ്റെ ഗൗണിൻ്റെ ഓരോ ഐറ്റംസ് ഈ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. മോളെ ഡോളിൻ്റെ പിന്നെ അതിലെന്താ, അങ്ങനെ കുറേ വെട്ട് കഷ്ണങ്ങൾ ഇതിലുണ്ട്. മീഡിയ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മോളെ പാവക്കുട്ടീൻ്റെ ഡ്രസ്സാണ്. എൻ്റെ ഗൗണിൻ്റെ ഒരു പീസ്. പിന്നെ ഒക്കെ ഓരോ ലേസ്, അതിൻ്റെ ബാക്കി. ഇതൊരു മാസ്കാണ്. പിന്നെ ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. ഇതെൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ മോളെ കയ്യിന് 2 വട്ടം സിസേറിയൻ കഴിഞ്ഞതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹാൻഡ് ബാഗ്, സോക്സ് കണ്ടോ, സോക്സ്, ഇപ്പോൾ മോളെ പഴയ സോക്സ്. പിന്നെ വെട്ട് കഷ്ണങ്ങളൊക്കെയാണ്. ഇത് മോളെ ചെറിയ പില്ലോ. ഇത് അവളുടെ മൂത്താപ്പ UAE നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നതാണ്. ടാബിൻ്റെ ബാഗ്. ഇത് 2ാം പ്രാവശ്യം സിസേറിയൻ കഴിഞ്ഞപ്പോൾ കിട്ടിയ ബാഗാണ്. പിന്നെ ഇതിൽ മോളെ ഡോളിൻ്റെ ഒരു ഫ്രോക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കല്യാണത്തിന് മേടിച്ചിരുന്ന ക്രാബായിരുന്നു ഇതൊക്കെ. ഡാമേജ് ആയിപ്പോയി. പിന്നെ മോളെ ഹെയർ ബാൻഡ്, ഹെയർ ബാൻഡാണിത്. പിന്നെ വെട്ട് കഷ്ണങ്ങൾ ഒക്കെ എടുത്ത് വെച്ചതാണ് മോക്ക് വെട്ടി പഠിക്കാൻ വേണ്ടിയിട്ട്. സാരിയുടെ വെട്ട് കഷ്ണങ്ങൾ. കവറിൽ പുതിയ 2 റാപ്പുണ്ട്, അതിലും ഉണ്ട് വെട്ട് കഷ്ണങ്ങൾ. അപ്പോൾ ഇന്നത്തെ പണി ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഒന്ന് കഴുകി അടുക്കി ഒതുക്കി
ആവശ്യമില്ലാത്ത ഒഴിവാക്കുക, ആവശ്യമുള്ളത് എടുത്ത് ബാസ്ക്കറ്റിലേക്ക് വെക്കുക. അവിടെയൊക്കെ കണ്ടോ, അതൊക്കെ കഴുകിയെടുക്കാനുള്ളതാണ്. പിന്നെ ഈ കവറിൽ കുറേ ഒഴിവാക്കിയ ഡ്രസ്സുണ്ട്. പിന്നെ 2 കവറ് ഞാൻ ഒഴിവാക്കിയത് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇതേപോലെ കച്ചറ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ്. ഞാൻ പിന്നെ ഇതൊക്കെ എടുത്ത് വെക്കണം എന്തിനാന്ന് വെച്ചാൽ പിന്നെ വെട്ടിപ്പടിക്കാൻ വേണ്ടിയിട്ടാണ്. മെഷീനുണ്ട്, ഇനി പുതിയൊരു മെഷീൻ മേടിക്കണം. കറണ്ടിന് ഉപയോഗിക്കാത്ത സാധാ മെഷീൻ മേടിക്കണം. അതുമേലെ വെട്ടിപ്പടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മോളെ ടൈലറിങ് ഒന്ന് പഠിപ്പിക്കണം. അതിന് വേണ്ടി എടുത്തു വെച്ചതാണ് ഇതെല്ലാം. പിന്നെ കുറേ മുത്തും ലൈസും അങ്ങനെയുള്ളതൊക്കെ എടുത്തു വെച്ചത് അവൾക്ക് ഡിസൈനിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്. കുറേയൊക്കെ എൻ്റേതായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ ഞാൻ കുറേ കാലം മുന്നേ ചുരിദാർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടുപ്പ്, ചോളി, സാരിയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാരമ്പര്യമായിട്ട് അത് ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കണം മക്കൾക്ക്. മക്കളെ അവർ സ്കൂളിൽ മാത്രം വിട്ടിട്ടുള്ള അറിവ് മാത്രമല്ല മക്കൾക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ അമ്മമാരെന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അതൊക്കെ മക്കൾക്ക് പഠിപ്പിച്ച് കൊടുക്കണം. അതും ഒരു മൂല്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ പണി ഇതൊക്കെയാണ്. എല്ലാം ക്ലീൻ ചെയ്ത് അടുക്കി ഒതുക്കി പെറുക്കി മടക്കി വെക്കുക. ഓക്കെ. അപ്പോൾ എനിക്കിതെടുത്തിട്ട് അലർജി വരുന്നുണ്ട്. പിന്നെ മാസ്ക് വെക്കണം. പൊടീൻ്റെ അലർജിയാണ്. ഇതിൽ ഇങ്ങനെ പൊടി വരുന്നത് ഇത്രമാത്രം. കാണുമ്പോൾ പൊടിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇത് എടുക്കുമ്പോഴാണ് പൊടി വരിക. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.